ഹലോ, അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിരിച്ചോണ്ടാണ് 2 ദിവസം ഹോസ്പിറ്റലിലെ വീഡിയോ ഒക്കെയാണ്. ചിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എനിക്കൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ്, ഞാൻ ഹോസ്പിറ്റൽ വീഡിയോ ചെയ്തപ്പോ ഇതിലും ചിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ, ഈ അവസ്ഥയിൽ ചിരിക്കാൻ പറ്റുമോ, അത്രത്തോളം വിഷമമുള്ളപ്പോ ആർക്കും ചിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കാര്യം ശരിയാണ്. ഇപ്പൊ നമ്മുടെ ഉറ്റവരാരെങ്കിലും മരിച്ചെടുക്കുമ്പോ നമുക്ക് ചിരിക്കാൻ പറ്റും? പറ്റില്ല. പക്ഷെ എന്നും നമുക്കൊരു ആപത്ത്, അതായത് ആപത്തല്ലേ, നമുക്കൊരു വിഷമമുണ്ട്, പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്യാവശ്യം ചിരിക്കുന്നത് നല്ലതാണ്. ചിരി ശരീരത്തിന് നല്ലതാണ്. ഇന്നിപ്പോ എന്താ, വേറൊന്നല്ല, നമ്മുടെ കുറെ പേരൊക്കെ നമ്മുടെ ഇൻസ്റ്റയിലും ഒക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലാണോ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ഹോസ്പിറ്റലൊന്നും അല്ല, വീട്ടിൽ തന്നെയാണ്. ഇക്കാക്ക് ഓയിൽമെന്റ് കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോ തിങ്കളാഴ്ച നമ്മളോട് പോവാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ണ് കാണിച്ചെടുക്കട്ടെ, ഇതാണോ കണ്ണ് ചോപ്പ് വിട്ടിട്ടുണ്ട്. ഈ സൈഡിലായിട്ടായിരുന്നു ചോപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതോടുകൂടി നമ്മുടെ കൃഷ്ണമണിയിലോട്ട് അങ്ങനെ നല്ലൊരു വര പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു അത് പ്രശ്നം തന്നെയാണെന്ന്. അതുപോലെ തന്നെ ആയി. അപ്പൊ ഇപ്പൊ മരുന്നുകൾ, ഡോക്ടർ തന്ന മരുന്നൊക്കെ ഇട്ടപ്പോ സമാധാനം ഉണ്ട്. ഇനിയിപ്പോ നമ്മള് എന്താണ്, തിങ്കളാഴ്ച പോയിട്ട് നോക്കിയിട്ട് മുറിവ് കുറവുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അപ്പൊ എന്തായാലും ദുആ ചെയ്യാ എല്ലാവരും, മുറിവ് മാറി കിട്ടട്ടെ. പിന്നെ ഫൈക്കുട്ടന്റെ കാര്യം, ഫൈക്കുട്ടന് ഇപ്പൊ ഡോക്ടർ ഇന്നലെ വീഡിയോ കണ്ടില്ല, ആ ഡോക്ടറെ കണ്ട് മരുന്ന് കൊടുത്തപ്പോ എല്ലാം സമാധാനം ഉണ്ട്. ചൊറിച്ചല് പനിയെല്ലാം കുറച്ച് വിട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ സമാധാനം ഉണ്ട്. പിന്നെന്താ, പിന്നെ ഇന്നും ടെൻഷനിൽ തന്നെയായിരുന്നു. ഇത്ര നേരം ഇന്ന് വീഡിയോ ഒന്നും ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാ, എന്താ വേറൊന്നുമില്ല, നമ്മള് ആകെ ടെൻഷനിലായിരുന്നു. 2 ദിവസം വൈമോന്റെ അസുഖം എന്നൊക്കെ പറഞ്ഞ് ഉറങ്ങാൻ പറ്റിയില്ല. ഇന്നലെ ഇക്കാക്ക് വയ്യാകെയായിരുന്നു. വേറൊന്നുമില്ല, ഇക്കാക്ക് പെട്ടെന്ന് ഛർദി വന്ന് ഒരു 11 മണി മുതല് രാത്രി അങ്ങനെ ഛർദിക്കാൻ തുടങ്ങി. കുറെ ഛർദിച്ചു. അപ്പൊ ഈ ഛർദി കാണുമ്പോ എപ്പോഴും എനിക്ക് ടെൻഷനാണ്. കാരണം ആദ്യം ഈ ഛർദിയായിരുന്നു ആദ്യമായിട്ട് ഞങ്ങൾക്ക് കണ്ടത്. അപ്പോ ഈ രണ്ടാമതും അസുഖം നല്ല ആയി എന്നറിഞ്ഞതും സ്റ്റാർട്ട് ചെയ്തത് ഛർദിയായിരുന്നു രാവിലെ നേരം. അപ്പൊ ഇന്നലെ പെട്ടെന്ന് അതുപോലെയൊക്കെ ഒരു ഛർദിച്ചപ്പോ ഞാൻ ആകെ ഡൗൺ ആയി പോയി. എനിക്ക് എന്തൊക്കെയോ മനസ്സിന് ടെൻഷനായി, പഴയതൊക്കെ ഓർമ്മ വന്ന്. അപ്പൊ ഇന്ന് പകല് മൊത്തം വീഡിയോ ഒന്നും വേണ്ട, ഒന്നിനും ഉഷാറില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നാണ്. അപ്പൊ ഇക്കയാണ് പറഞ്ഞത്, അങ്ങനെ നീ തളർന്നിരിക്കാൻ പാടില്ല, എന്താണ് വീഡിയോ ഇടണം, വ്യൂസ് ഒക്കെ കയറി വരികയാണ്, ആ സമയത്ത് വീഡിയോ ഇടാതിരിക്കാൻ പാടില്ല, എന്തായാലും വീഡിയോ ഇടണം, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടാവും. നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരാണെങ്കിൽ അതിനകത്തുണ്ട്, നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെല്ലാവരും വീഡിയോ ചെയ്യണം പറഞ്ഞ് ഒക്കെയാണ് ഇന്ന് നല്ലൊരു മോട്ടിവേഷൻ തന്നത് എനിക്ക്. അപ്പോ എന്തായാലും വീഡിയോ ഇടാന്ന് പറഞ്ഞ് രണ്ടാളും കൂടെ അങ്ങനെ വന്നിരുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങള്, എല്ലാരും സുഖായിരിക്കണോ? നിലവിൽ അൽഹംദുലില്ലാ ഞങ്ങള് സുഖായിരിക്കണു. ചെറിയ ചെറിയ പ്രശ്നങ്ങള് അത്രമാത്രമേ ഉള്ളൂ, അത് താങ്ങാവുന്നതാണ് നമുക്ക്. ഇതിനപ്പുറത്ത് വലിയ പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞു വന്നതുകൊണ്ട് ഇതൊന്നും അത്രയ്ക്ക് വലിയ പ്രശ്നമല്ല. എന്നാലും വിഷമമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും എല്ലാവരും ദുആ ചെയ്യുക, ഞങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തുക. ഞങ്ങളും ദുആ ചെയ്യണം എല്ലാവർക്കും വേണ്ടിയിട്ട്. ഞങ്ങളെ ഒരു വാക്കുകൊണ്ട് പോലും ഞങ്ങളുടെ മനസ്സിന് സമാധാനം തന്ന്, ഞങ്ങളെ പ്രയാസത്തിലാണെങ്കിലും ഞങ്ങളെ ചെറിയ സഹായങ്ങൾ ചെയ്ത എല്ലാവരും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അതായത് നമ്മള് എന്താ പറയാ, സ്വന്തം എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കാലം സ്നേഹിച്ചവരും, എന്താ പറയാ, സ്വന്തം കൂടപ്പറപ്പുകൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു കാലത്ത് ഒരു പരിചയം ഒരു ഇതുമില്ലാതെ ഏകദേശം ഒരു 10-15 മിനിറ്റ് വീഡിയോസ് മാത്രം കണ്ടിട്ട് ഒരുപാട് നല്ല കൂടപ്പറപ്പുകൾ എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിലും ഉണ്ട്, യൂട്യൂബിലാണെങ്കിലും ഉണ്ട്. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ കുറച്ച് നേരത്തെ ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോസ് കണ്ട് നമ്മളെ ഇത്ര അധികം സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഇതാ വായിക്കട്ടെ. അത് പൊന്നൂസിന്റെ കൂട്ടുകാരിയോട് ഫോൺ ചെയ്ത് സംസാരിക്കായിരുന്നു കേട്ടോ ഇത്ര നേരം. അപ്പൊ എന്താ പറഞ്ഞൊന്നും മറന്നു. അപ്പൊ നമ്മുടെ ഏകദേശം കുറച്ച് നേരത്തെ വീഡിയോസുകൾ കണ്ട് നമ്മളെ സ്നേഹിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് മാക്സിമം കുറെ പേര് എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടും വിളിച്ചിട്ടും പറയും വീഡിയോ കാണാൻ സമയമില്ലെങ്കിൽ പോലും
വീഡിയോ ഓൺ ആക്കിയിട്ട് അവിടെ എന്താണ് ഫോണ് വെക്കും. അതായത് എനിക്ക് എന്റെ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവട്ടെ, എനിക്ക് എന്തെങ്കിലും സഹായം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഓണാക്കി അവർ വെക്കും. അപ്പൊ എത്രത്തോളം നമ്മളോട് സ്നേഹമാണ്. ഏകദേശം കുറച്ച്, അതായത് 5-10 മിനിറ്റും വീഡിയോ കണ്ടുള്ള ഒരു പരിചയം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മുടെ റിഷ മൊയ്തു ഫാമിലി യൂട്യൂബ് ചാനൽ അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇത്ത പേഴ്സണലി അത്തയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ വളരെ പ്രയാസഘട്ടത്തിലൂടെയാണ് അവര് കടന്നു പോണ്. അപ്പോ സിലുത്ത പോയി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും മാക്സിമം ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പറ്റുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക. ആ മക്കളെയും കൊണ്ട് പെരുവഴിയിലിട്ട് പോകേണ്ട അവസ്ഥ അവർക്ക് പടച്ചോൻ വരുത്താതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് ഒരു വീട് എന്നൊരു സ്വപ്നം അവർക്ക് സാധിക്കട്ടെ. അതിനെല്ലാവരും കൈകോർക്കുക, അത്രേ പറയാനുള്ളൂ. അത്രയും പ്രയാസത്തിലും വിഷമഘട്ടത്തിൽ പോലും എന്നെ വിളിച്ച് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്ത് എന്നെ സമാധാനിപ്പിച്ച് എല്ലാം ശരിയാവും ഒക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവര് മുഖേന എനിക്കൊരു സഹായം അവരെത്തിച്ച്. അപ്പോ അൽഹംദുലില്ലാ. അപ്പൊ നമ്മളെ എത്രത്തോളം സ്നേഹിക്കും. അവര് അത്രയും പ്രയാസഘട്ടത്തിൽ കഴിയുമ്പോ പോലും നമുക്ക് ഒരു സഹായത്തിന് വേണ്ടി അവര് അതിനുവേണ്ടി പ്രയത്നിച്ച്, അതുപോലെ എന്റെ മനസ്സിന് സമാധാനം തരുന്ന പോലെ കുറച്ചു നേരം എന്നോട് സംസാരിച്ച്. അപ്പോ അത്ര എനിക്ക് സന്തോഷാണ്. അത്രയും സ്നേഹിക്കുന്നവരുണ്ട് എനിക്ക്. ഇപ്പൊ ഇൻസ്റ്റാ കുടുംബമാണെങ്കിൽ ഇപ്പൊ യൂട്യൂബിലുണ്ട് ആൾക്കാര് സ്നേഹിക്കുന്നവര്. അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട്. നമ്മളെ വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാത്തിനും നന്ദിയുണ്ട്. നിലവിൽ ഇക്കാടെ കാര്യം ഇങ്ങനെയാണ്, കണ്ണിന്റെ ആണ് ഇപ്പോ നിലവിലൊരു പ്രശ്നമായി നിൽക്കുന്നത്. അതിനിടയിൽ കൂടെ ഇനിയിപ്പോ ഇക്ക കണ്ണില് മുറിവായി എന്ന് പറഞ്ഞപ്പോ ഇക്കാക്ക് പൊതുവെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്ന ഇക്കാക്ക് ടെൻഷൻ പറ്റില്ല. ചെറുതായി പോലും ടെൻഷൻ അടിച്ചാൽ ഇക്കൊക്കെ ഛർദ്ദിക്കാനോ ഒക്കാന് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനത്തെ പ്രശ്നങ്ങൾ തലയല്ലേ, അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ കണ്ണിന്റെ പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോ ഇക്കൊക്കെ ടെൻഷൻ ഉണ്ട് തോന്നണു അല്ലേ? ടെൻഷൻ ഉണ്ടാവും. ചെറുതായി ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇന്നലെ ഛർദി വന്നപ്പോ എനിക്ക് കാര്യം മനസ്സിലായി, ടെൻഷൻ അടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇന്നലെ ഞാൻ തന്നെ സമാധാനിപ്പിച്ചു. എന്താ കാട്ടുക, കണ്ണ് ചെറുതായിട്ട് ഒരു മുറിവുണ്ടെന്നേ പറഞ്ഞുള്ളൂ. അത് എന്തായാലും ഭേദാവും. ഇപ്പൊ തന്നെ ഭേദമായിട്ടുണ്ട്, അന്നുള്ള പോലെ അല്ല, കണ്ണ് ഭേദമായിട്ടുണ്ട്. അപ്പൊ തിങ്കളാഴ്ച നോക്കുമ്പോഴേക്കും ഭേദാവും എന്നൊക്കെ പറഞ്ഞ് ഇക്കാനെ സമാധാനിപ്പിച്ച് ഒക്കെ ഇതാക്കി. എനിക്ക് മനസ്സിലായി, ഛർദി വന്നപ്പോഴേ മനസ്സിലായി ഇതൊക്കെ ടെൻഷനാണെന്ന് മനസ്സിലായി. നല്ല ഛർദിയായിരുന്നു ഇന്നലെ രാത്രി മൊത്തം. എല്ലാരും ദുആ ചെയ്യാ എന്റെ അക്കാക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോ നമ്മള് റംലാന് ഈ മാസം ലാസ്റ്റോടെ നമുക്ക് പോകേണ്ടതാണ് ഹോസ്പിറ്റലിലേക്ക്. എന്തായാലും റംലാനൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞിട്ട് പോവാന്നാണ് ഒക്കെ പറയുന്നത്. സമാധാനത്തോടെ പോവാന്ന്. ഇത് വെറും ഒരു ചെക്കപ്പ് മാത്രമാണ്. നമ്മുടെ റേഡിയേഷൻ കഴിഞ്ഞപ്പോ നമുക്ക് പോവാൻ പറഞ്ഞതാണ്. 3 മാസം കഴിഞ്ഞിട്ട് ഒരു ചെക്കപ്പ് മാത്രമാണ്. ഇനി 3 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ MRI ചെയ്യുന്നത്. MRI ചെയ്തിട്ട് വേണം, അതിലാണ് നമുക്ക് അറിയാം എന്താണ് ഇപ്പൊ ആ ട്യൂമറിന്റെ അവസ്ഥ എന്താണ്, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ ബാക്കിയുള്ള കാര്യങ്ങള് ഡോക്ടർ പറയുന്നത് അപ്പോഴായിരിക്കും. അതാണ് ഏറ്റവും പേടി. അപ്പൊ ഓരോ ദിവസങ്ങൾ കുറഞ്ഞു വരുമ്പോ ഞങ്ങൾക്ക് രണ്ടാൾക്കും ടെൻഷനാണ്. എന്താ പറയുക, ഒരു 6 മാസം കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞു. ഇപ്പതാ 3 മാസം കഴിഞ്ഞു. അപ്പൊ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. വന്നത് തന്നെയാണ്. പിന്നെ അതിനെ നേരിടുക, അത്ര മാത്രം തന്നെ. പിന്നെ ചിരിക്കുക. ചിരി ഒരു ഭാഗ്യല്ലേ? ചിരിക്കാൻ പറ്റുന്നത്, എത്ര പ്രയാസത്തിലും ചിരിക്കാൻ പറ്റുന്നത് ഭാഗ്യല്ലേ? അത് പറഞ്ഞിട്ട് ഇപ്പൊ അത്രയും ഇടങ്ങേറുള്ള സമയത്തൊന്നും ചിരിക്കാൻ ഏത് മനുഷ്യർക്കും പറ്റില്ല. പക്ഷെ പഠിച്ചോൻ ഇൻസ്റ്റ കുടുംബം പറയുന്നത് പോലെ തന്നെ ഇത്രയും പ്രയാസത്തിലും വിഷമത്തിലും ഇക്കാനെ ചിരിച്ചുകൊണ്ട് ഇക്കാനെ കൂളാക്കിയിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ. അത് പഠിച്ചോൻ എനിക്കൊരു കഴിവ് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. എല്ലാവർക്കും ഉണ്ടാവുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞാനൊരു മോട്ടിവേഷൻ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതും എനിക്ക് സന്തോഷമാണ്. അവർക്ക് ഞാനൊരു മോട്ടിവേഷൻ ആണ്. അത്ര എന്റെ വീഡിയോസുകൾ കാണുമ്പോൾ ഇത്രയും പ്രയാസത്തിലും പ്രതിസന്ധിയിലും ഞാൻ ഇങ്ങനെയൊക്കെ അതായത് കൊണ്ട് നടക്കുന്നു എന്നൊന്ന് കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ബാഡ് കമന്റ്, നെഗറ്റീവ്, അതൊക്കെ എവിടെ ഉണ്ടാവും. നമ്മൾ ഏത് കാര്യം എന്ത് ചെയ്താലും അതിലുണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. അതൊന്നും ഞാൻ അങ്ങനെ കാര്യമാക്കുന്നില്ല. പിന്നെന്താ, അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. അൽഹംദുലില്ലാ നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ല. ഫൈക്കുടനും പനിയും ഒക്കെ കുറവുണ്ട്. ഇക്കാടെ കണ്ണിനും കുറവുണ്ട്. ഇക്കാടെ ഛർദിയാണ് ഇപ്പോഴത്തെ ഒരു ടെൻഷൻ. ഇന്നലെ രാത്രി ഛർദിച്ചു, ഇന്ന് പകലൊന്നും ഛർദിയൊന്നും വന്നിട്ടില്ല.
നൈറ്റിൽ ഇനിയിപ്പോ ഇന്നലെ ചപ്പാത്തി കടലക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ അതുകൊണ്ടാണോ എന്താണോ എന്നറിയില്ല. അപ്പൊ ഇന്നെന്തായാലും രാത്രി ഓട്സ് കഴിക്കാന്ന് പറഞ്ഞിട്ടാണ്, ഓട്സ് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഇക്കാക്ക്. അപ്പൊ അതൊക്കെയാണ്. ഒന്നും പറയാനില്ലേ? ഒന്നും പറയില്ല അല്ലേ? ചിരിയേ ഉള്ളൂ, പറച്ചിലില്ല. ആള് പിന്നെ എന്താ പറയാ, എനിക്കെന്ന് പറഞ്ഞാൽ ഞാനും എന്താ പറയാ, എന്തെങ്കിലും കിട്ടിയാൽ ഭയങ്കര ടെൻഷനാണ്, പ്രയാസമാണ് ഒക്കെ ആണ്. പക്ഷെ മാക്സിമം ഉള്ളിലോട്ട് അങ്ങോട്ട് ഒതുക്കും, പുറമെ അധികം വരില്ല. പക്ഷെ അങ്ങനെയല്ല, ഇക്കാക്ക് പെട്ടെന്ന് സങ്കടം വരും. സങ്കടം വന്നാ വന്നതാണ്, വിഷമം വന്നാ വന്നതാണ്. ഇപ്പൊ കണ്ണ് വീണ്ടും ഇങ്ങനെയായി പറഞ്ഞപ്പോ ഇക്കാക്ക് ടെൻഷനായി. ഇനിയിപ്പോ എന്തെങ്കിലും പൈസ ചെലവാകും പോലെ വല്ല ഇടങ്ങേറെ എന്തെങ്കിലും വരുമോ എന്നുള്ള ടെൻഷനാണ് ഇക്കാക്ക്. പക്ഷെ അതൊന്നും വരില്ല, ഞാൻ പറയുന്നുണ്ട്. ഇക്കാക്ക് കണ്ണ് ഓക്കെ ആയിട്ടുണ്ട്, എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. തിങ്കളാഴ്ച പോയ ഡോക്ടർ ഓക്കെ ആയിരുന്നു പറയും അല്ലേ? എല്ലാവരും അപ്പൊ കമന്റ് ചെയ്യാ, ഇക്കാനോട് ടെൻഷൻ ആവണ്ടെന്ന് പറയാ. എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. ഇക്കാണ് കേട്ടോ കമന്റ് ഒക്കെ വായിക്കുന്നത്, എനിക്ക് സമയം കിട്ടാറില്ല. അപ്പൊ ഇക്കാടെ ഫോണിൽ കമന്റുകൾ വായിച്ചിട്ട് എനിക്ക് പറഞ്ഞുതരും. അതുപോലെ നമ്മുടെ 2-3 പേര് GP നമ്പറൊക്കെ ചോദിച്ചതൊക്കെ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. എനിക്ക് ഇക്ക ഫോണില് വീഡിയോ കണ്ടിട്ട് കമന്റുകൾ വായിച്ചിട്ട് എനിക്ക് കമന്റ് പറഞ്ഞു, കാരണം എനിക്ക് സമയം കിട്ടാറില്ല. വീട്ടിലത്തെ കാര്യങ്ങള്, അതുപോലെ ഇക്കാടെ കാര്യങ്ങള്, അതുപോലെ ഫോണിലെ കാര്യങ്ങള്, വീഡിയോസ്, ഇൻസ്റ്റ, യൂട്യൂബ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു മിനിറ്റ് പോലും എനിക്ക് ഒഴിവില്ല. രാത്രി നൈറ്റിലാണെങ്കിലും മൊത്തം വീഡിയോസ് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എനിക്ക് ഒഴിവില്ല. അപ്പൊ ഒക്കെയാണ് കമന്റുകൾ അധികം വായിച്ചു തന്നിട്ട് എന്നോട് റീപ്ലൈ ഇടാനൊക്കെ പറയലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെന്താ, നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതാണ്. എല്ലാവരും ദുആ ചെയ്യുക, സമാധാനവും മനസ്സിന് സമാധാനങ്ങൾ വരട്ടെ. നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരുപാട് മനസ്സിൽ ഇതാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഒന്നും ആക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല, ഒക്കെ വരുമ്പോ ഓരോന്നായിട്ട് വരും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം, വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കണം, വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ബാക്കിയൊന്നും പറയാം, അടുത്തൊരു വീഡിയോ എല്ലാവർക്കും അത് പറയാള്. അതാ